വീഡിയോയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ വേറെ വീഡിയോയിൽ പേപ്പർ ഗെയിം ഉണ്ടാക്കിയില്ലേ, ഗെയിം സ്റ്റാർട്ട്. ഇന്ന് ഞാൻ പേപ്പർ ടോയ് ഉണ്ടാക്കാൻ പോവാണ് ഗായ്സ്. ഇതെങ്ങനെയാ ഉണ്ടാക്കണ്ടേന്ന് നമുക്ക് നോക്കാം. അപ്പൊ വീഡിയോയിലേക്ക് പോകാം. ഞാൻ ടോയ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് ആ പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഗായ്സ്. ലുക്ക് അറ്റ് ദിസ്. 7 സെന്റിമീറ്ററും പിന്നെ ഇവിടെ 25 സെന്റിമീറ്ററും ആയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഗായ്സ്. ഇവിടെ 6 സെന്റിമീറ്ററും പിന്നെ ഇവിടെ ഞാൻ 20 സെന്റിമീറ്ററാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. രണ്ടാമത്തെ പേപ്പർ അല്ലേ? ഇത് എന്റെ അമ്മയാണ് കട്ട് ചെയ്തത്. എന്നെ പോലെ കുട്ടികൾ കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ച് അമ്മേനെ ഹെൽപ്പ് എല്ലാം ചോദിക്കാം ഗൈസ്. ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പൊ നമുക്ക് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. ഇതിനൊരു ഗ്ലൂ സ്റ്റിക്കും കൂടെ ആവശ്യമുണ്ട് ഗൈസ്. ഇതെല്ലാം നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിലില്ല നിങ്ങള് ഓൺലൈൻ സാധനങ്ങളെല്ലാം മേടിക്കാൻ പറ്റും. ആദ്യം നമുക്ക് ഈ പേപ്പർ ഈ ഗ്ലൂ സ്റ്റിക്ക് കൊണ്ട് ഒട്ടിക്കാം. ഞാൻ കാണിച്ചത് എങ്ങനെ ഒട്ടിക്കണ്ടേന്ന്. ഗൈസ് ഇങ്ങനെ ഗ്ലൂ സ്റ്റിക്ക് ഒട്ടിക്കാൻ Let's see the wonders of Naini town. Oh my god guys. Sanvikan and Sridivya. ഇനി നമുക്ക് ഇത് സൈഡിൽ വെച്ചിട്ട് രണ്ടാമത്തെ ആക്കാം. ഇങ്ങനെ ചേർത്തിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ കാണിച്ചത് ഗൈസ്. നമുക്ക് എന്ത് ചെയ്യാ അറിയാ, ഈ സൈഡില് അല്ല ഞാൻ ഇത് രണ്ടെണ്ണം ഒരുമിച്ച് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് ഗൈസ്. നിങ്ങൾക്ക് അമ്മേനെല്ലാം ഹെൽപ്പ് ചെയ്യാം. അമ്മേനെ ഹെൽപ്പ് ഒന്നും കാണിക്കാൻ പറ്റും. പിന്നെ ഇവിടെ എന്നെ കണ്ണെല്ലാം ആക്കണം. ഇതിങ്ങനെ ഒട്ടിച്ചിട്ടുണ്ടല്ലേ, ഇതിങ്ങനെ റോള് പോലെ ആക്കിട്ടല്ലേ. ഇപ്പൊ നമുക്കിത് മാറ്റി വെച്ചിട്ട് കാലുണ്ടാക്കാം. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലായിരിക്കും എന്താ ഉണ്ടാക്കുന്നത്. കാലുണ്ടാക്കാൻ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി മനസ്സിലാവും ഗൈസ്. എന്നാ ഉണ്ടാക്കുന്ന അപ്പൊ എന്നാ വേണ്ടത് ഇനി? നമുക്കില്ല പെൻസിൽ കൊണ്ട് ഡ്രോ ചെയ്യണം. ആ ടോയ്ക്ക് വേണ്ടിട്ട് കാലുണ്ടാക്കണം അല്ലേ ഗൈസ്? നമുക്കില്ല ഇങ്ങനെ മടുക്കണം ഉണ്ടാക്കാൻ വേണ്ടിട്ട്. എന്തെങ്കിലും 2 കാല് ഒരുമിച്ച് കട്ട് ചെയ്തെടുക്കാൻ അല്ലേ? ഫ്രണ്ട്സ് ഇത് തെറ്റിപ്പോയി, അതുകൊണ്ട് ഞാൻ റബ്ബർ കൊണ്ട് വായിക്കുന്നുണ്ട് ഗൈസ്. നിങ്ങൾക്ക് മാർക്കർ കൊണ്ടൊന്നല്ല എഴുതണ്ടേ, നിങ്ങൾക്ക് പെൻസിൽ കൊണ്ടാണ് എഴുതണ്ടേ. എന്തിനാ അറിയാം, മാർക്കർ കൊണ്ട് എഴുതിയാൽ വായിക്കാൻ പറ്റൂല, തെറ്റിയാല്. അതുകൊണ്ടല്ല പെൻസിൽ കൊണ്ട് എഴുതി റബ്ബർ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് ഒന്നും കൂടെ ഈ കാർഡ് പറ്റേക്കാം.
ഗൈസ് ഇങ്ങനെ എടുക്കണം, ഞാൻ ഒന്നും എടുക്കണ്ടേ. അതിൻ്റെ ഷേപ്പിൽ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് മനസ്സിലായോ ഗൈസ് ഇത് ഏത് കാലാന്ന്, ആടെ കാലാന്ന്, ഏത് ജീവിൻ്റെ കാലാന്ന് മനസ്സിലായോ ഗൈസ്? ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. ഇനി നമുക്ക് എല്ലാം കട്ട് ചെയ്തെടുക്കാം. ഞാൻ എല്ലാം മാജിക് അത് വേറെ ടൈപ്പിലാണ് കട്ട് ചെയ്യുക. ഗൈസ് ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഗൈസ്. വാവ്, രണ്ട് ഷേപ്പിലായിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് ഇല്ലെങ്കിൽ താഴെ ഇങ്ങനെ ഒട്ടിക്കണം ഗൈസ്. ഇനി നമുക്കത് അതിൽ ഒട്ടിച്ചു കൊടുക്കാം ഗൈസ്. ഓ ഗൈസ് ഒന്നായി നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ ഒരെണ്ണം ഞാൻ ഇങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഗൈസ്. നമുക്ക് രണ്ടാമത്തെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം ഗൈസ്. രണ്ട് കാലം ഇങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഗൈസ്. കണ്ട സ്പിങ് ബിങ് ലാല. ഇത് നമുക്ക് കണ്ണും മുക്കെല്ലാം ഒട്ടിക്കണം ഗൈസ്. ഗൈസ് ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായ ഇതെന്താണ്, ഇത് ഏത് ജീവിയാണ് മനസ്സിലായ? ഇതിന് നമുക്ക് കണ്ണും മൂക്കെല്ലാം ഉണ്ടാക്കണം. അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഗൈസ് കണ്ണും മൂക്കും ഉണ്ടാക്കുന്ന പരിപാടി. ഇത് 4 സെന്റിമീറ്റർ, പിന്നെ ഇവിടെ 15 സെന്റിമീറ്റർ നീളം ഇവിടെ ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഗൈസ്. നിങ്ങൾക്ക് കാണാം. ഇതിനെ കൊണ്ട് നമുക്കില്ല ഈ ക്യൂട്ട് ഡക്കിൻ്റെ കുക്കണം ഗൈസ്. ഈ 4 സെന്റിമീറ്ററും പിന്നെ 15 സെന്റിമീറ്റർ നീളമുള്ള ഞാൻ പേപ്പർ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കൊക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് കൊക്കുണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. ഇനി ഗൈസ് ഇവിടെ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. യെസ്, ഒന്നായി ഫൈനലി. കട്ട് ചെയ്യുമ്പോ ആയില്ലെങ്കിൽ നിങ്ങൾക്ക് അമ്മേനെല്ലാം ഹെൽപ്പ് ചോദിക്കാൻ പറ്റും ഗൈസ്. ഞാൻ ഇങ്ങനെ ആക്കിയിട്ടുണ്ട് ഗൈസ്. ഞാൻ ഇത് കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ചെറുങ്ങനെ ഇത് മടക്കി കൊടുക്കാം ഗൈസ്. ഇങ്ങനെ മടക്കണം, പിന്നെ നേരെയാക്കാൻ ഇങ്ങനെ, പിന്നെ ഇവിടെ അത് പശോട്ടിക്കണ്ടേ, പിന്നെ ഇങ്ങനെ ഗൈസ്. ഇത് മടക്കില്ലേ, പിന്നെ നമുക്ക് ഇല്ല ഇങ്ങനെ ആക്കുമ്പോൾ ഒരു ലൈൻ കാണുന്നില്ലേ, പിന്നെ വീണ്ടും മടക്കുമ്പോൾ ഇവിടെയാണ് ആക്കണ്ടേ, ഇവിടെയാണ് പശ ആക്കണ്ടേ ഗൈസ്. അത് നമുക്ക് പശ ഒട്ടിച്ചിട്ട് നമുക്ക് ഇടാൻ വായായിട്ട് ഒട്ടിച്ചെടുക്കാം ഗൈസ്. ഇത് നമുക്ക് ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം. മനസ്സിലായിട്ടുണ്ടാവും, മനസ്സിലായത് എന്താണെന്ന് ഗൈസ്. ഇനി നിങ്ങൾക്ക് മനസ്സിലായ ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായ ഇതില്ലേ നിങ്ങൾ കമന്റിൽ ടൈപ്പ് ചെയ്താൽ മതി ഗൈസ്. ഗൈസ് നിങ്ങൾ മനസ്സിലായ ഇതാണ് ഡക്ക്. ഒക്കെ കണ്ടിട്ട് മനസ്സിലായിട്ടുണ്ടായിരിക്കും. നിൽക്കാൻ പറ്റുന്നില്ല. ഇപ്പം എങ്ങനെയുണ്ട് ഇത് കാണാൻ വേണ്ടിയിട്ട്? സോ ബ്യൂട്ടിഫുൾ. ഇനി ഇതിലെ കണ്ണും കൂടി ഉണ്ടാകണം ഗൈസ്. ബ്ലാക്ക് കളറാണ്. ഇനി നമുക്ക് ഇതിന് കണ്ണും കൂടെ ഉണ്ടാക്കാം ഗൈസ്. എന്നാല് A4 ഷീറ്റ് കൊണ്ട് 2 ചെറിയ കണ്ണിങ്ങനെ കൊടുത്തിട്ടുണ്ട് ഗൈസ്. കണ്ണുണ്ടാക്കാൻ വേണ്ടിട്ടല്ലേ പേപ്പറായിട്ട്. ഇനി അതില് കുറച്ച് ബ്ലാക്ക് കളർ കൊടുക്കാം ഗൈസ്. ബ്ലാക്ക് കളർ ഉണ്ട് എൻ്റെ അടുത്ത്. എന്നിട്ട് അത് കളർ കൊടുത്തിട്ടാക്കാം. എടുത്തോണ്ട് വരാം. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഒരു ബ്ലാക്ക് കളർ എടുത്തു കൊടുക്കാം ഗൈസ്. പല ടെഡി ബിയറിന്റെ കണ്ണുണ്ടെങ്കിൽ അതും നിങ്ങൾ ഒട്ടിച്ചു കൊടുത്താൽ മതി ഗൈസ്. ഞാൻ ഇത് പേപ്പറിൽ കളർ കൊടുത്തിട്ട് ആക്കുന്നേ ഉള്ളൂ ഗൈസ്. അല്ല ഗൈസ്, ഇനി നമുക്ക് ഈ കണ്ണ് നമുക്ക് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം ഗൈസ്. അത് പക്ഷെ ഒട്ടിക്കട്ടെ.
നമുക്കില്ലേ ഈ കണ്ണിൻ്റെ പശ ഇങ്ങനെ ആക്കി തരാം ഗൈസ്. ഗൈസ് ഒന്നായി ഗൈസ്. അതിനെ ഒട്ടിച്ചു കൊടുക്കാം. ഇനല്ലേ ഗൈസ് ഒന്ന് ഒട്ടിച്ചു ഗൈസ്. നല്ല ക്യൂട്ട് തോന്നിട്ടുണ്ട് അവരുടെ സ്റ്റിച്ചാണ്. ഇപ്പൊ ഒറ്റക്കണ്ടുള്ള പോലെയുണ്ട്. ഗൈസ് ഈ രണ്ടെണ്ണം ഒട്ടിച്ചു ഗൈസ്. എങ്ങനെയുണ്ട് ഗൈസ്? നല്ല ക്യൂട്ടല്ലേ? അയ്യോ എനിക്കില്ലേ പാല് കൊടുക്കത്തരോ? എനിക്ക് സ്വിമ്മിങ് ചെയ്യണം. കൺപീലിയും കൊണ്ട് വരച്ചു കൊടുക്കാം ഗൈസ്. നമുക്ക് ഫ്രണ്ട്സ് ഞാൻ കൺപീലി വരച്ചെടുത്തിട്ടുണ്ട് ഗൈസ്. ടു കൺപീലി. നമുക്കില്ലേ ചെറിയ ഇങ്ങനെ മുടി പോലെ തീട ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം ഗൈസ്. അപ്പൊ നമുക്ക് എങ്ങനെയാ ഒട്ടിച്ചു കൊടുക്കാം നോക്കാം ഗൈസ്. ഞാനില്ലേ ഈ ചെറിയ കഷ്ണ പേപ്പർ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മടക്കിച്ച് ഇങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്യണം ഗൈസ്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് കട്ട് ചെയ്തിട്ട് മുടി ഉണ്ടാക്കി കൊടുക്കണം അല്ലേ? മുടിന്റെ ടൈപ്പ്. കുഞ്ഞു കുട്ടികൾ ഇതാക്കുമ്പോ കത്രിക എടുക്കുമ്പോ ശ്രദ്ധിക്കണം അല്ലേ? മൂച്ചുള്ളതാണെങ്കിലോ ഈ കട്ടിയുമ്പില്ല ഈ സ്റ്റാപ്ലറിന്റെ വെച്ചാണ്. അത് നീ ആടിനെ പിടിച്ചാ അങ്ങനെ അമർത്തുന്നോണ്ടാ ഗൈസ്. ഫ്രണ്ട്സ് അതായത് എനിക്ക് ആവാതുകൊണ്ടല്ലേ എൻ്റെ അമ്മ എനിക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഗൈസ്. ഇതേപോലെ ഇല്ല നിങ്ങൾക്കും ഇല്ല അമ്മയോട് ഹെൽപ്പ് ചോദിക്കാൻ പറ്റണം ഗൈസ്. നിങ്ങളുടെ അമ്മ ഹെൽപ്പ് ചെയ്യും. ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. എനിക്കൊരു കൺഫ്യൂഷൻ എന്താ പറയാ, ഞാൻ കട്ട് ചെയ്യുമ്പോ സ്റ്റാപ്ലറിന്റെ വെച്ചാ അമ്മ കട്ട് ചെയ്യുമ്പോ എന്താണ് ഇങ്ങനെ അമർത്തുന്നില്ല. നമ്മളെ ഡക്കിന്റെ ഏകദേശം ഇങ്ങനെ ആയിട്ടുണ്ട് ഗൈസ്. ഇത് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് ഇല്ല ഒട്ടിച്ചു തുടങ്ങാം ഇങ്ങനെ ഗൈസ്. ഇവിടെ നമുക്ക് പശ ഒട്ടിച്ചു കൊടുക്കാം ഗൈസ്. അപ്പൊ നമുക്ക് പശ ഒട്ടികൾ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഡക്കിന്റെ തലയിൽ ഒട്ടിച്ചു കൊടുക്കാം ഗൈസ്. ഗൈസ് ഫൈനലി ഞാൻ ഇത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഗൈസ്. ഇത് ഫുള്ള് കഴിഞ്ഞു. ഇത് നമുക്കില്ലേ ഇത് നമുക്ക് നമ്മളെ അച്ഛനെ കാണിച്ചു കൊടുക്കാം ഗൈസ്. അപ്പൊ ഞാൻ അല്ല എന്റെ അച്ഛനെ കാണിച്ചു കൊടുക്കാം. ഞാൻ ഇത് എന്റെ അച്ഛനാണ്. ഡാഡി ഇത് കണ്ട എന്നെ മുടിയാണ്. യെസ്. ഹലോ എന്റെ പേര് ഡക്കു. അഭിനയിച്ചത് പോലെ. അപ്പൊ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. മായാതെ ഓർമ്മകൾ നൽകിയ യാത്ര ഇന്നീ നൈനിട്ടാൽ യാത്ര ഇങ്ങനെ തുള്ളിക്കളിക്കും. നമ്മൾ ഇവിടെ മലമടക്കുകൾ. നോക്ക് ഇങ്ങനെ എന്തിനാന്ന് അറിയാ നിങ്ങളോട് പറയുന്ന. ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യൂ. Welcome to the world of Julie